എന്ത് ഒരു ആലോചന? ഒന്നുമില്ല, ആലോചിക്കാൻ തിരിഞ്ഞു. പതിവില്ലാത്തൊരു ഇരിപ്പ്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളു. നമ്മളെ പയ്യന്മാരൊക്കെ ടൂർ പോകണമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു പോയത്. അതിന് നിങ്ങളെന്തിനാ ആലോചിക്കുന്നത്? അല്ല, എന്നെ അവന്മാർ വിളിച്ചായിരുന്നു ടൂർ പോകാൻ വേണ്ടി. എവിടെ ടൂർ പോണു? 3 ദിവസത്തെ ടൂറാണ്. ആദ്യത്തെ ദിവസം ഊട്ടി. ഊട്ടിയാ? അയ്യോ, ഊട്ടി പോയ തണുപ്പല്ലേ, തണുപ്പടിച്ച് നിങ്ങൾക്ക് ഉടനെ തലവേദന വരൂലേ? അത് ശരിയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഊട്ടി പോയിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കാം. 2ാമത്തെ ദിവസം ഗോവയിലാണ്, അവിടെ പോവാം. കടലില്ല, അതും ഈ മഴയത്ത്. ആരെങ്കിലും അറിഞ്ഞാൽ എന്തിനു പറയില്ല? എടി, 2 ദിവസം ഞാൻ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങാതിരിക്കാം. ഈ 3ാമത്തെ ദിവസം കാശ്മീരാണ്, അവിടെയെങ്കിലും ഇറങ്ങാം. അയ്യോ, അവിടെ മഞ്ഞാണ്, പിന്നെ അവിടെ മലകളുണ്ട്. അതൊന്നും സംഭവിച്ചില്ലെങ്കിലും അവിടെ തീവ്രവാദികളുണ്ട്. ആരെങ്കിലും പോവൂ? അവര് വെടിവെച്ചു മനുഷ്യ നിങ്ങളാ. ഹലോ അളിയാ, എടാ ഞാൻ ടൂർ പറഞ്ഞില്ല ഏട്ടാ. ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ വെച്ചത്. ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മഞ്ഞടിച്ച് എനിക്ക് അപ്പോഴും തലവേനാരോടാ. പിന്നെ അതിനെങ്ങനെ ഗോവയിൽ വെച്ച് ഈ മഴ പരുത്തി എങ്ങനെയല്ലേ പോണത്? കടലാണളിയാ, ഈ മഴയത്തൊക്കെ ചെന്ന് ഇറങ്ങിക്കൂട് അളിയാ. പിന്നെ കാശ്മീര്, ഈ മഞ്ഞും മലയൊക്കെ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അവള് പറയണതേ തീവ്രവാദികളൊന്നും വെടിവെക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും പറഞ്ഞില്ല, അളിയെ പൊക്കോ, നോക്കിക്കൊണ്ട് പോണേടാ. മക്കളെ, അച്ഛന് ടൂർ പോക്കൊന്നും തോന്നണില്ല. മക്കളെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ നോക്കിയും കണ്ടേ കല്യാണം കഴിക്കാവൂ കേട്ടോ.